മഹാഭാരത കഥയുടെ സ്ക്രീൻ എക്സിക്യൂഷൻ ആണോ കൽക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. മഹാഭാരതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരാൾ ചിന്തിച്ചു കൂട്ടിയ സാധനങ്ങളാണ് കൽക്കി എന്ന മൂവി. കാരണം ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. നായകനായിട്ടുള്ള കർണന്റെ കാര്യം എടുത്താൽ തന്നെ നമുക്കത് പറയാം. കാരണം മഹാഭാരതത്തിന്റെ ഒരു വെർഷനിലും എവിടെയും ഞാൻ കണ്ടിട്ടുള്ള ഒരു വെർഷനിലും എവിടെയും കർണൻ ഒരു പുനർജന്മം ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം ദേവോത്ഥവന്റെ പുനർജന്മമായിട്ടുള്ള കർണന്റെ ജീവിത ഉദ്ദേശം നടന്നിട്ടുണ്ട്. ഇനി കർണന് മറ്റൊരു ജന്മം ഉണ്ടായിരിക്കില്ല. കാരണം ദാമോദ്ഭവന്റെ കഥയൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ദാമോദ്ഭവന്റെ പുനർജന്മമാണ് കർണൻ. കർണന്റെ ജീവിതോദ്ദേശം അവിടെ കഴിഞ്ഞു. അർജുനനാൽ അല്ലെങ്കിൽ കൃഷ്ണനും അർജുനനുമാൽ കൊല്ലപ്പെടണം എന്നുള്ളതായിരുന്നു അവരുടെ ജീവിതോദ്ദേശം. കാരണം പൂർവ്വജന്മ കഥകൾ പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ടി വരും. കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി ഒരു പുനർജന്മം ഇല്ല എന്ന് മഹാഭാരതത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കർണൻ പുനർജന്മമായിട്ട് വരുന്ന പ്രഭാസിനെ നായകനാക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇതിനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം കർണനെ ഗുരുവായിട്ടുള്ള പരശുരാമൻ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നീ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് വാഴ്ത്തപ്പെടും, നിനക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കും, നീ കീർത്തിയുള്ളവനായിരിക്കും, നീ ജീവിത അനന്ത കീർത്തി എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും അടങ്ങാത്ത കീർത്തിയും ആരാധനയും എല്ലാം നിനക്ക് കിട്ടണം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഓരോ കാലഘട്ടത്തിലും വീണ്ടും ഇങ്ങനെ കീർത്തി കർണന് ആരാധകർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര എടുത്തു നോക്കിയാലും കർണന് ആരാധകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരശുരാമന്റെ അനുഗ്രഹം ആയിരിക്കാം അത്. അനന്ത കീർത്തിയായി വാഴുക നീ പുത്ര, അത് പറഞ്ഞ ഓക്കെ. അപ്പം കർണൻ ഒരു പുനർജന്മം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെ വാളി. പിന്നെ കാലഘട്ടം പറയാനാണെങ്കിൽ മഹാഭാരതത്തിൽ കൽക്കിയുടെ അവതാരം ഏകദേശം 4 ലക്ഷത്തോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇതിനകത്തൊരു 4000-5000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ അവതാരം വരുന്നുണ്ട്. അത് ഫ്ലോപ്പായി. പിന്നെ വേറെ സാധനം, ഈ കർണനും അശ്വത്ഥമാവും ആത്മമിത്രങ്ങളാണ്. എവിടെ? മഹാഭാരതത്തിൽ ഒരിടത്തും രണ്ടാളുകളും ആത്മമിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. രണ്ടുപേരും കൗരവപക്ഷത്താണ് നിന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ പരസ്പരം സഹായിക്കേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സഹായിച്ചേക്കാം. അതായത് പല വെർഷനിൽ പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിച്ചേക്കാം എന്ന് പറഞ്ഞത്. അതല്ലാതെ അശ്വത്ഥമാവിന് കർണനെ തീരെ താല്പര്യമില്ലായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അശ്വത്ഥമാവ് ഒരു തരത്തിലും കർണനോട് ഒരു തരി പോലും സ്നേഹമില്ലാത്ത ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് മിത്രമേ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാമെന്നൊക്കെ സിനിമയ്ക്കകത്ത് ഡയലോഗ് വന്നത് എന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറെ സാധനം, മരുഭൂമിയിൽ നിന്ന് മറ്റേ സാധനം കിട്ടുന്നുണ്ട്, ഗാണ്ഡീവം, നവർ. അതിനൊരു പോസിബിലിറ്റി ഇല്ല. കാരണം മഹാഭാരതത്തിനകത്ത് നദിയിൽ നല്ല ഗാണ്ഡീവം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, അത് നദി പറ്റി വരണ്ടപ്പം ഇവിടെ ആക്സിൻ കിട്ടി എന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും നമുക്കൊരിക്കലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഗാണ്ഡീവം തിരികെ ദേവലോകത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുന്നുണ്ട്. സോ ഗാണ്ഡീവവും ഭൂമിയിലില്ല, ആ ഗാണ്ഡീവം തിരിച്ചു കിട്ടത്തില്ല. പിന്നെ വിജയധനുഷ് അമിതാഭ് ബച്ചൻ്റെ കയ്യിരിക്കുന്നു, പിന്നെ അത് കർണന്റെ കയ്യിൽ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. കർണനെ പുനർജന്മം ഇല്ല, അത് വേറെ കാര്യം. പിന്നെ ഈ വിജയ് ധനുസ് എവിടെ ആരുടെ കയ്യിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള സാധനങ്ങളും അതിനകത്തില്ല. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അശ്വത്ഥമാവിന്റെ ചൂടാമണി പറിച്ച് യുധിഷ്ഠിരന് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അശ്വത്ഥമാവ് സ്വയം തന്റെ ചൂടാമണി പറിച്ചെടുത്ത് പാണ്ഡവർക്ക് കൊടുത്തിട്ട് കാട് കയറി പോവുകയായിരുന്നു. പിന്നെ അശ്വത്ഥമാവിന് ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് കൽക്കി അവതരിക്കുമ്പോൾ അയാളുടെ പ്രൊട്ടക്ടറായി വരണം എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു മഹാഭാരതത്തിലും അതിൻ്റെ ഒരു വെർഷൻ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. റീസെൻ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള ചില റൈറ്റിങ്സിലല്ലാതെ വേറെ പരമ്പരാഗതമായിട്ട് കുറേ ആളുകൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിച്ച് പോകുന്ന മഹാഭാരത റൈറ്റപ്പിനകത്തൊന്നും അതില്ല എന്ന് പറഞ്ഞ് ഈ സിനിമയോ അതിൻ്റെ സൃഷ്ടിയോ നമ്മൾ വിമർശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാസമഹാഭാരതം എന്ന് വിശ്വസിക്കപ്പെടുന്ന സാധനത്തിന് ഒരു കംപ്ലീറ്റ് ഒറിജിനൽ ടെക്സ്റ്റ് ഇല്ല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം വ്യാസൻ എഴുതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പലയിടത്തും പല സ്ഥലങ്ങളിലും പദാനുപദ വിവർത്തനങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഓരോ സംസ്കാരങ്ങളിലും ഓരോ കാലഘട്ടത്തിലും വരുന്ന ആളുടെ കൂട്ടിച്ചേർക്കലുകൾ ഈ മഹാഭാരത കഥയിൽ വരുന്നുണ്ട്. അല്ലാതെ ആദ്യം ഗണപതിയാൽ രചിക്കപ്പെട്ട വ്യാസന്റെ വാക്കുകളിൽ നിന്നും അത് നമ്മൾ വൈശമ്പായന മഹർഷിയുടെ കഥ വിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഒരിക്കലും ഒരു മനുഷ്യർക്ക് ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കാരണം അതൊരു സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഈ സാധനത്തിന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത തലത്തിലുള്ള പരിഭാഷകൾ വരുമ്പോൾ അത് അവരുടേതായിട്ടുള്ള സൗകര്യത്തിന് വർണ്ണിച്ച് വരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒറിജിനൽ ടെക്സ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇത് ഒരു മഹാഭാരതമായിട്ട് ആഡ് ചെയ്യപ്പെട്ട് മുന്നോട്ട് പോയിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്ന മഹാഭാരത ഗ്രന്ഥത്തിലെ കഥകളിലും ഈ കൽക്കി മൂവിയുടെ കഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുപാട് പോവും. എന്നാലും ഞാൻ ഒരു 2-3 പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മഹാഭാരതത്തിൻ്റെ യുദ്ധം മാത്രം തീർക്കാൻ വന്നവനാണ് ഞാൻ. ഒരുപാട് സാധനങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആസ് ഫാർ ആസ് ഏർലി ആസ് പോസിബിൾ യുദ്ധം ഞാൻ തീർക്കാം. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കറപ്ഷനും ഉണ്ടായിരിക്കില്ല. വിശ്വസിക്കപ്പെടുന്ന കുറേ അധികം ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു സാംശീകരണം എൻ്റെ യുക്തി കൂടി ചേർത്താണ് കൺക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. താല്പര്യമുള്ള ആരെങ്കിലും കയറി കണ്ടു നോക്ക്. ബൈ.